ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ആഗസ്റ്റ് 4 മുതൽ 10 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിന് മുമ്പായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം. പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിന് മുമ്പായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആര്? ഉത്തരം വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വിനേഷ് ഫോഗട്ട്. ഭാരപരിശോധനയിൽ നിശ്ചിത ഭാരത്തേക്കാൾ 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം? ഉത്തരം ചൈന. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത്? ഉത്തരം സ്പെയിൻ. സ്പെയിനിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യയുടെ 2 ഗോളുകളും നേടിയത്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത് ആര്? പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ കായിക താരം? ഉത്തരം സ്വപ്നിൽ കുശാലെ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന കായിക താരങ്ങൾ? ഉത്തരം മലയാളിയായ PR ശ്രീജേഷ്, ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ എന്നിവരാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന കായിക താരങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആണ് PR ശ്രീജേഷ്. 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒരേയൊരു മലയാളി കൂടിയാണ് PR ശ്രീജേഷ്. ഒരു ഒളിമ്പിക്സിൽ നിന്നു തന്നെ 2 മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ലോകത്തിലെ ആദ്യ അതിവേഗ കാർബൺ ഫൈബർ ട്രെയിൻ നിലവിൽ വരുന്ന രാജ്യം ഏത്? ഉത്തരം ചൈന. അടുത്തിടെ ബംഗ്ലാദേശിലെ ഏതു തുറമുഖത്തിന്റെ ടെർമിനൽ പ്രവർത്തനാവകാശങ്ങളാണ് ഇന്ത്യ നേടിയത്? അടുത്തിടെ ബംഗ്ലാദേശിലെ ഏതു തുറമുഖത്തിന്റെ ടെർമിനൽ പ്രവർത്തനാവകാശങ്ങളാണ് ഇന്ത്യ നേടിയത്? ഉത്തരം മോഗ്ല തുറമുഖം. ഇറാനിലെ ചമ്പഹാറിനും മ്യാൻമറിലെ സിറ്റുവേക്കും ശേഷം ഇന്ത്യ പ്രവർത്തനാവകാശം സ്വന്തമാക്കുന്ന 3ാമത്തെ തുറമുഖമാണ് മോഗ്ല. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി ആര്? ഉത്തരം യാമിനി കൃഷ്ണമൂർത്തി. 2024 ആഗസ്റ്റിൽ പേരുമാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളി, നേമം എന്നിവയാണ് 2024 ആഗസ്റ്റിൽ പേരുമാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. നേമം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും അറിയപ്പെടും. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാവുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാവുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം? ഉത്തരം കേരളം 6ാം സ്ഥാനത്ത്. ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മഹാരാഷ്ട്ര എന്നിവയാണ് കേരളത്തിന് മുമ്പിലുള്ള പ്രദേശങ്ങൾ. കേരളത്തിൽ ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം അടുത്തിടെ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടലാണ്. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം 2024 അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഉത്തരം ദ്രൗപദി മുർമു. ഫിജി സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം ആര്?
2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം. ഉത്തരം അമേരിക്കയുടെ നോഹ ലൈൻസ്. 100 മീറ്റർ ഓട്ടം 9.784 സെക്കൻഡിലാണ് നോഹ ലൈൻസ് ഫിനിഷ് ചെയ്തത്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ആര്? 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം. ഉത്തരം ജൂലിയൻ ആൽഫ്രണ്ട്. കരീബിയൻ രാഷ്ട്രമായ സെന്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രണ്ട്. 100 മീറ്റർ ഓട്ടം 10.72 സെക്കൻഡിലാണ് ജൂലിയൻ ആൽഫ്രണ്ട് ഫിനിഷ് ചെയ്തത്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തി ആര്? ഉത്തരം പ്രൊഫസർ CG രാജഗോപാൽ. തുളസീദാസിന്റെ ശ്രീരാമചരിതമാനസം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിന് 1919 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം CG രാജഗോപാലിന് ലഭിച്ചിരുന്നു. ദേശീയ ജാവലിൻ ദിനം എന്നാണ്? ദേശീയ ജാവലിൻ ദിനം. ഉത്തരം ഓഗസ്റ്റ് 7. 2021 ഓഗസ്റ്റ് 7 നടന്ന ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ നീരജ് ചോപ്ര സ്വർണം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആഘോഷിക്കുന്നത്. ഹിരോഷിമ ദിനം എന്ന്? ഹിരോഷിമ ദിനം. ഉത്തരം ആഗസ്റ്റ് 6. 1945 ആഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോള ഗേ. ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. നാഗസാക്കി ദിനം എന്നാണ്? നാഗസാക്കി ദിനം. ഉത്തരം ഓഗസ്റ്റ് 9. 1945 ആഗസ്റ്റ് 9 അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോക്സ്കാർ. ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ശോഭന റാനഡെ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സാമൂഹിക പ്രവർത്തനം. ആഭ്യന്തര കലാപത്തെ തുടർന്ന് 2024 ആഗസ്റ്റിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആര്? ഉത്തരം ഷെയ്ഖ് ഹസീന. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്നത് ആര്? ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്നത്? ഉത്തരം മുഹമ്മദ് യൂനൂസ്. 2006 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവാണ് മുഹമ്മദ് യൂനസ്. ഗ്രാമീണരുടെ ദാരിദ്ര്യം തടയുന്നതിനായി നടപ്പിലാക്കിയ ഗ്രാമീൺ ബാങ്കിൻ്റെ സ്ഥാപകൻ കൂടിയാണ് മുഹമ്മദ് യൂനസ്. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആര്? കരസേനയുടെ മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത്? ഉത്തരം സാധന സക്സേന നായർ. ഇറാൻ സന്ദർശനത്തിനിടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻ സംഘടനയായ ഹമാസിൻ്റെ രാഷ്ട്രീയ കാര്യ മേധാവി? ഉത്തരം ഇസ്മായിൽ ഹനിയ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബെയ്ലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സൈനിക സംഘത്തിലെ ഏക വനിത ആര്? വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബെയ്ലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സൈനിക സംഘത്തിലെ ഏക വനിത? ഉത്തരം മേജർ സീത ഷെൽക്കെ. 16ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേളയിലെ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം വസുദൈവ കുടുംബകം. സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിൻ്റെ മുൻ മുഖ്യമന്ത്രി ആര്? 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിൻ്റെ മുൻ മുഖ്യമന്ത്രി? ഉത്തരം ബുദ്ധദേവ് ഭട്ടാചാര്യ. 2000 മുതൽ 2011 വരെ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ദേശീയ കൈത്തറി ദിനം എന്നാണ്?
ദേശീയ കൈത്തറി ദിനം? ഉത്തരം ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7-ന് കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. 2015 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ആദ്യത്തെ ദേശീയ കൈത്തറി ദിനം ആചരിക്കപ്പെട്ടത്. 2005 ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്ന്? 2005 ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്ന്? ഉത്തരം 2024 ഓഗസ്റ്റ് 1-ന്. ബിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഓണത്തിന് വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര്? ഉത്തരം ഓണക്കനി 2024. ഓണത്തിനാവശ്യമായ പൂക്കൾ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് നിറപ്പൊലിമ 2024. 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്തിന് അർഹരായവർ? ഉത്തരം ചരിത്ര പണ്ഡിതനായ MR രാഘവ വാര്യർ, നാടകകൃത്തായ CL ജോസ് എന്നിവരാണ് 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്തിന് അർഹരായവർ. 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ? 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ? ഉത്തരം ഒന്നായി പൂജ്യത്തിലേക്ക്. വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി പ്രവേശനത്തിന് ബാധകമാണെന്ന് വിധി പ്രഖ്യാപിച്ച കോടതി? ഉത്തരം മദ്രാസ് ഹൈക്കോടതി. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ടി പത്മനാഭൻ. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അന്തമാനീസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അന്തമാനീസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം തവള. അന്താരാഷ്ട്ര ടെന്നീസിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ടെന്നീസ് താരം? അടുത്തിടെ അന്താരാഷ്ട്ര ടെന്നീസിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ടെന്നീസ് താരം ആര്? ഉത്തരം രോഹൻ ബൊപ്പണ്ണ. ഏതു രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടാണ് നിക്കോളാസ് മഡുറോ തുടർച്ചയായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം വെനസ്വേല. സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് മാറ്റണം എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത്? ഉത്തരം മദ്രാസ് ഹൈക്കോടതി. കർണാടകയിലെ രാമനഗര ജില്ലയുടെ പുതിയ പേര്? കർണാടകയിലെ രാമനഗര ജില്ലയുടെ പുതിയ പേര്? ഉത്തരം ബംഗളൂരു സൗത്ത്. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ ഫുട്പാത്ത്. സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 4-ാമത്തെ രാഷ്ട്രപതി ആര്? സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 4-ാമത്തെ രാഷ്ട്രപതി? ഉത്തരം ദ്രൗപദി മുർമു. APJ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടീൽ, രാംനാഥ് കോവിന്ദ് എന്നിവരാണ് ഇതിനു മുമ്പ് സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ചവർ. ISRO നാസ സംയുക്ത ദൗത്യമായ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാവുന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ശുഭാംശു ശുക്ല. കേരളത്തിലെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം. ഏതു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ 115-ാം സമാധി വാർഷികമാണ് 2024 ആചരിക്കുന്നത്? ഉത്തരം തൈക്കാട്ട് അയ്യ. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി? ഉത്തരം കുട്ടിയിടം.
കുട്ടികളെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ വ്യാപൃതരാക്കി മാനസിക സംഘർഷം കുറയ്ക്കുക എന്നതാണ് കുട്ടിയിടം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. 2024 ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ഏത്? 2024 ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല. ഉത്തരം ആലപ്പുഴ. 2024 ആഗസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം. 2024 ആഗസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ഉത്തരം തുർക്കി. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൽ ഏതു രാജ്യത്ത് നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൽ ഏതു രാജ്യത്ത് നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? ഉത്തരം ജർമ്മനി. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം. ഉത്തരം കേരളം. അവയവദാനം നടത്തുന്ന റെയിൽവേ ജീവനക്കാർക്ക് എത്ര ദിവസത്തെ പ്രത്യേക അവധി അനുവദിക്കാനാണ് റെയിൽവേ തീരുമാനിച്ചത്? ഉത്തരം 42 ദിവസത്തെ അവധി. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഈ മരുന്ന് സൗജന്യമായി നൽകുന്നത്.